ഫാക്ടർ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ, 1 സെക്കൻഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you see the screen? Can you listen? ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? സ്ക്രീനും എല്ലാം കാണുന്നുണ്ടോ? Yes, sir. ചാറ്റ് ചെയ്താലും മതി. ഗുഡ്. യെസ്, അർജുൻ again. Thank you. Yes, you can see. Hi Asia. Good evening all. എന്തായാലും വെൽക്കം ടു ദ സെഷൻ. നമ്മൾ 2026ന്റെ ഫസ്റ്റ് ഓപ്പൺ സെഷൻ ആണ്. ഒരു ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് ഇത് ആക്ച്വലി. 26ലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ? ഹായ് പ്രജിത് കുമാർ. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ഓഫ് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ഇതിൽ 26 UPSCയിൽ ഇനിയിപ്പോൾ 26 ആണോ അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇറ്റ്സ് എ ലോങ് സെഷൻ. ഇന്ന് അതിൻ്റെ ഒരു ഫസ്റ്റ് സെഷൻ ആണ്, നമ്മുടെ IAS ഫാക്ടറിന്റെ ഫസ്റ്റ് സെഷൻ ആണ്. സോ ഇൻ ദ മീൻ വൈൽ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. അതിൽ തുടങ്ങുന്നതിന് മുന്നേ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വാട്ട് എക്സാക്ട്ലി ആർ വി ഗോയിങ് ടു ലേൺ, എന്തായിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, സിലബസ് ആണോ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഒരു കാര്യം, ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും അല്ലെങ്കിൽ ഒറ്റ ക്ലാസ് കൊണ്ട് എന്തായാലും വി കനോട്ട് കംപ്ലീറ്റ് ദ ഹോൾ സിലബസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരു ബേസിക് ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് സിവിൽ സർവീസിന് വേണ്ടത്, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിതിനെ കാണാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ആൻഡ് ഓവറോൾസ് നമ്മുടെ IAS ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഫ്ലൈൻ, നമ്മുടെ ഇപ്പൊ നമ്മൾ ഓൺലൈൻ ആയിരുന്നു, ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ട്രിവാൻഡ്രം ഉള്ളൂരിൽ നിന്നാണ് നമ്മുടെ അക്കാഡമി കംപ്ലീറ്റ്ലി വരുന്നത്. സോ എനി ടൈം യു കെൻ കം ആൻഡ് വിസിറ്റ് അസ് ഇൻ ഉള്ളൂർ ഓൾസോ, ട്രിവാൻഡ്രത്ത്. ആൻഡ് മൈ നെയിം ഇസ് അർജുൻ ആർ ശങ്കർ. ഞാൻ ഓൾമോസ്റ്റ് യു ക്യാൻ റീഡ് ദിസ് മോർ, ഐ ബീൻ actively teaching for the civil services for the last 15 years, and I worked in Delhi and other parts of the country. ഒരുപാട് സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. And I have also been a journalist and editor in Deccan Chronicle and Asian Age. എൻ്റെ പ്രൊഫൈൽ ഇത്രയും വർഷമായിട്ട് പഠിപ്പിക്കുന്നു. ദാറ്റ് ഈസ് മൈ ഇൻ ഷോർട്ട് എൻ്റെ പ്രൊഫൈൽ എന്നുള്ളത് അതാണ്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യം, 2026ലേക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഓൺലൈൻ ബാച്ച് ആണ് ബേസിക്കലി നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി പവർ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ കുറെ, ഇനിയിപ്പോ നമുക്ക് 2-3 ഇതിനെ ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾ എത്ര പേർക്ക് സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നു? ഇതിനകത്ത് ഒരു അത്യാവശ്യം ആൾക്കാരുള്ളതിൽ ഹൗ മെനി ഓഫ് യു വോണ്ട് ടു ബി എൻ IAS ഓഫീസർ? ഐ മീൻ IAS എത്ര പേർക്ക് താല്പര്യമുണ്ട്? IPS എത്ര പേർക്ക് താല്പര്യമുണ്ട്? IFS എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരുപാട് സർവീസ് ഉണ്ടെങ്കിലും ഹൗ മെനി ഓഫ് യു വോണ്ട്, ഇനി IAS ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും, ഹൗ മെനി ഓഫ് യു വോണ്ട് യൂണിഫോം ഇടണം എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹൗ മെനി ഓഫ് യു അറ്റ്ലീസ്റ്റ് ഡ്രെംറ്റ് ഓഫ് വിയറിംഗ് ദ യൂണിഫോം? IPS യൂണിഫോം ഇടണം എന്ന് ആഗ്രഹമുള്ള പ്രജിത്ത്. റിയൽമിയുടെ പേര് എനിക്ക് കിട്ടിയില്ല. ഹൃതിക് IPS. So definitely that is good. And anybody in this session IFS വേണമെന്ന് ആഗ്രഹമുള്ള നീതു, that is good. Foreign service that you want to represent India into നമ്മുടെ ഇന്റർനാഷണൽ ഫോറംസിലൊക്കെ, നിവേദ്യ IPS, ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ആഗ്രഹമുള്ള കുറെ സർവീസുകൾ ഉണ്ടെങ്കിലും ഇത്രയും ഒരു ബേസിക് ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ യെസ്, ഫൈൻ. നമുക്കിനി അടുത്ത ആസിയ IFS പറഞ്ഞു, ഗുഡ്. സോ ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ ബിഫോർ വി മൂവ് ഓൺ ടു, ഈ പരീക്ഷയെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അറിഞ്ഞാലും സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും ഇതിനെ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, അത് തന്നെയാണ്. പക്ഷെ അങ്ങനെ മാത്രം മനസ്സിലാക്കിയോണ്ട് മാത്രം സിവിൽ സർവീസ് മനസ്സിലാവണം നിർബന്ധമില്ല. ഇതെല്ലാവരും പറയുന്നതാണ്, നമുക്ക് പ്രിലിംസ് പരീക്ഷ, ഈ 3 പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയി മാറും എന്നൊക്കെ എല്ലാവരും പറയുന്ന സംഭവങ്ങളാണ്. പക്ഷെ എക്സാക്ട്ലി ഇങ്ങനെയാണോ? നമുക്ക് ഈ പോപ്പുലർ സ്റ്റോറി ഒന്ന് നോക്കാം. അതായത് സാധാരണഗതിയിൽ എല്ലാവരുടെയും വിചാരം എങ്ങനെയാണ്, നമ്മളിങ്ങനെ സിവിൽ സർവീസിന് പഠിക്കുന്നു, പ്രിലിമിനറി MCQ പരീക്ഷയാണ്, അതായത് നമ്മളിങ്ങനെ OMR ഷീറ്റിൽ ഇങ്ങനെ കറക്കി കുത്തി ചെയ്യുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ OMR ഷീറ്റൊക്കെ നമ്മൾ എഴുതി ഫില്ല് ചെയ്ത് അതിനുശേഷം ഏകദേശം യു ക്യാൻ, ഇതാണ് നമ്മുടെ ഒരു പോപ്പുലർ സ്റ്റോറി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. നമ്മുടെ എല്ലാവരുടെയും ധാരണ, പലരുടെയും ധാരണ ഇതാണ്, നമ്മൾ MCQ പരീക്ഷ എഴുതുന്നു, 13 ലക്ഷം പേര് ഇന്ത്യയിൽ മൊത്തം എഴുതുന്നു, അതിൽ താല്പര്യമുള്ള ഒരു 13,000 പേരെ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 13,000 പേരെ മെയിൻസ് പരീക്ഷയിലേക്ക് കടത്തുന്നു, എഴുത്തു പരീക്ഷയിലേക്ക് കടക്കുന്നു. അതിൽ 3,000 പേരെ സെലക്ട് ചെയ്തിട്ട് അവരെ ഇന്റർവ്യൂയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഈ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ഒക്കെ നമ്മൾ
ഇതിനകത്തുനിന്ന് വളരെ ക്ലീൻ ആയിട്ടൊക്കെ മനസ്സിലാക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻസ് പരീക്ഷ എഴുതുന്നു, റിട്ടേൺ പരീക്ഷ എഴുതുന്നു, എഴുത്ത് പരീക്ഷ എഴുതുന്നു. അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി പഠിച്ച് പിന്നെ ഇന്റർവ്യൂവിന് പോകുന്നു. ഡൽഹിയിൽ നമ്മുടെ UPSC ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ IAS IPS ഒക്കെ 25 മിനിറ്റിൽ കിട്ടുന്നു. ഇതൊക്കെ സാധാരണ നമ്മുടെ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെല്ലാം ഇതൊക്കെയാണ്. തെറ്റു പറയുന്നതല്ല, സിനിമകളൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് മോർ ദാൻ ദ സിനിമ. അതാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ഇത് രസമുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമായിരിക്കും അല്ലേ നിങ്ങളും കൂടെ തോന്നുന്നു 25 മിനിറ്റിൽ നമുക്ക് IPS IAS ഒക്കെ കിട്ടും. നമ്മൾ ഇരിക്കുന്നു, പഠിക്കുന്നു, കിട്ടുന്നു എന്നൊക്കെ പറയുന്ന പോലെ. ശരിക്കും അങ്ങനെയാണോ? സിനിമകൾ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇത്രയും. പിന്നെ ഇങ്ങനെയാണല്ലോ, റിസൾട്ട് വന്ന് നമ്മൾ ഇന്റർവ്യൂ പോകുന്നു, റിസൾട്ട് വരുന്നു, TV-യിൽ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ നമ്മുടെ പേര് ഇതേപോലെ UPSC റിസൾട്ട്സ് ഔട്ട്. ആൻഡ് എനിക്ക് ഇന്നലെ UPSC റിസൾട്ട് വരും. അപ്പൊ എല്ലാവരും ഇത് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ പേര് TV-യിൽ കാണിക്കും, പേര് ഫോട്ടോ കാണിക്കും. പിന്നെ വീട്ടിൽ മൊത്തം പത്രക്കാർ വരും. പിറ്റേ ദിവസം പേപ്പറിലും ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മളെ കുറിച്ചുള്ള വാർത്തകളാണ്. പിന്നെ നമ്മൾ അൾട്ടിമേറ്റ്ലി പെട്ടെന്ന് ഓഫീസർ ആവും. ഡോണ്ട് യു തിങ്ക് ദിസ് ഇസ് ദ പോപ്പുലർ സ്റ്റോറി? കേൾക്കാൻ രസമുണ്ടോ? ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി നമുക്ക് നേരിട്ട് സംസാരിക്കായിരുന്നു. പക്ഷെ എന്തായാലും കേൾക്കാൻ രസമുണ്ടോ? ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? ദിസ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ സ്റ്റോറി ദാറ്റ് വി ലിസൺ. ശരിയാണോ അല്ലേ? നിങ്ങൾക്ക് കമന്റ് പറയാട്ടോ, ശരിയല്ലേ? കമന്റ്സ് പ്ലീസ്. യെസ്, എല്ലാവരും നമുക്കൊരു ഇന്ററാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ യെസ് നീതു കറക്റ്റ്. ഇതാണ് പോപ്പുലർ സ്റ്റോറി. നമ്മളിങ്ങനെ കറക്റ്റ് എല്ലാവരും നമ്മളിങ്ങനെ ഇത്ര എളുപ്പത്തിലാണെങ്കിൽ പിന്നെ എല്ലാവർക്കും എന്ത് എളുപ്പമായിട്ട് IAS കിട്ടുമായിരുന്നല്ലേ. അപ്പൊ ഈ കഥയൊക്കെ ഇത് തന്നെയാണ്, ഈ സ്റ്റോറിയൊക്കെ ഇത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ മാത്രം അപ്രോച്ച് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ ഇത് തന്നെയാണ് കഥ. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ ഇത്ര എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആണെങ്കിൽ കുറെ സബ്ജക്ട്, ഞാൻ ഇവിടെ കുറെ സബ്ജക്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, കോൺസ്റ്റിറ്റ്യൂഷൻ, എൻവയോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഗവേണൻസ്, സൊസൈറ്റി, ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ ദാറ്റ് മീൻസ് ഇങ്ങനെ കുറെ സബ്ജക്ട് പഠിച്ചാൽ കിട്ടുമോ? ഞാനിവിടെ കുറെ സില്ലി കുറെ കണ്ടന്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയും കണ്ടന്റുകൾ പഠിച്ചാൽ നമുക്ക് കിട്ടുമെന്നാണോ പറയുന്നത്? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും 1 second, just give me 1 second. അപ്പോ 1 second, just give me 1 second. My pen has a small problem. ഒറ്റ സെക്കൻഡ്, അത് കുഴപ്പമില്ല. പെൻ ഇല്ലെങ്കിലും ഞാൻ എന്തായാലും വിൽ കണ്ടിന്യൂ വിത്ത് ദിസ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്ന് കേട്ടാലും മതി. ഇനി ആക്ച്വലി ഓക്കെ, അങ്ങനെ ഇത്രയും സബ്ജക്ട്സ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാലും സിവിൽ സർവീസ് കിട്ടുന്ന ഒരു തോന്നലുണ്ടെങ്കിൽ അത് ആദ്യത്തെ സെഷനെ തന്നെ നമുക്ക് മാറ്റാം. ബിക്കോസ് അങ്ങനെ ഒരു കണ്ടന്റ് മാത്രമാണെങ്കിൽ ഇന്ത്യയിൽ ഇത്രയും 13 ലക്ഷം പേര് പഠിക്കുന്നതിൽ എവിടെയൊക്കെയോ ആൾക്കാർക്ക് എല്ലാവരും കണ്ടന്റും ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ എല്ലാവരും പഠിക്കുന്നില്ലേ. അപ്പൊ എവിടെയോ നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഹാവ് എ ഫീലിംഗ് ദാറ്റ് നമുക്ക് കണ്ടന്റ് പഠിക്കാം, കുറെ ബുക്ക് പഠിക്കാം, കുറെ NCERT പഠിക്കാം, അല്ലെങ്കിൽ കുറെ പരീക്ഷ എഴുതാം. ഇതൊക്കെ എഴുതിയാൽ മാത്രം നമ്മൾ പാസ്സാവുമെങ്കിൽ എത്രയോ ആൾക്കാർക്ക് ഇവിടെ സിവിൽ സർവീസ് കിട്ടിയേനെ എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ ഇവിടെ ഉണ്ട്. എത്രയോ ആൾക്കാർക്ക് സിവിൽ സർവീസ് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളൊരു ഫാക്ടറും കൂടെ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വരേണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തൊക്കെയോ കുറെ സ്ട്രാറ്റജി വേണമെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ആ സ്ട്രാറ്റജി എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. എന്തൊക്കെയോ സ്ട്രാറ്റജി വേണമെന്ന് നമുക്ക് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും 6 ചാപ്റ്റർ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിന് തിരിക്കാം. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഈ 6 കാര്യങ്ങളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സിവിൽ സർവീസ് സെഷൻ എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന യു വിൽ ഗെറ്റ് ആൻ ഓവർവ്യൂ. മൈ അൾട്ടിമേറ്റ് ഈ സെഷന്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നതും നിങ്ങൾക്ക് ആ ഓവർവ്യൂ തരാന്നുള്ളതാണ്. യു വിൽ ഗെറ്റ് ദാറ്റ് ഓവർവ്യൂ. 6 ചാപ്റ്റർ ആയിട്ട് തിരിച്ചത്: 1 ബേസിക്സ്, 2 PYQ, 3 CSAT, ഓപ്ഷണൽ സബ്ജക്ട്, ബേസിക് NCERT,
വർക്ക്. ഈ 6 ചാപ്റ്ററും മുഴുവൻ പഠിപ്പിക്കാനുള്ള സമയമില്ല. വളരെ പ്രധാനപ്പെട്ട ഈ 6 ചാപ്റ്ററുകൾ എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ഈസ് റിയലി ഗുഡ് എന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഫസ്റ്റ് ചാപ്റ്റേഴ്സ്. എന്തായാലും പഠിക്കണമെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഈ ഒരു പടം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്? UPSC പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന തുടങ്ങുന്ന രീതിയിൽ 26ലേക്ക് നോക്കി കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പടം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്? എന്തിനാണ്? എനി ഐഡിയ? പറയൂ, ടെക്സ്റ്റ് ചെയ്താലും മതി. എന്താണെങ്കിലും വാട്ട് ഡു തിങ്ക്? 6 ചാപ്റ്റർ മനസ്സിലാക്കുന്നതിന് മുമ്പ്, പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, വൈ ഡു തിങ്ക് ഞാൻ ഇങ്ങനെ ഒരു പടം കൊടുത്തു? UPSC പ്രിപ്പറേഷനിൽ ഈ പടം കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമ്മള് 1 നിന്നും കളിച്ചാലും 100ലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് IAS IPS എന്നൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. പക്ഷെ പല ആൾക്കാരും 1 അറ്റംപ്റ്റ്, 2 അറ്റംപ്റ്റ്, 3 അറ്റംപ്റ്റ്, 4 അറ്റംപ്റ്റ് ഒക്കെ 5 അറ്റംപ്റ്റും ഇനി അങ്ങോട്ട് എടുക്കുന്ന അറ്റംപ്റ്റ്സ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് അറ്റംപ്റ്റിന്റെ കാര്യത്തിലല്ല, എവിടെയോ നമ്മൾ ശ്രദ്ധിച്ച് കളിക്കണം എന്ന് ഈ സ്നേക്ക് ആൻഡ് ലാഡർ പോലെ ഞാൻ ഇതൊരു എക്സാമ്പിൾ പ്രത്യേകിച്ച് കൊടുക്കാനുള്ള കാരണം തന്നെ, എവിടെയോ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇതൊരു ഗെയിം പോലെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഇത് പ്ലേ ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുന്നുള്ളൊരു ഫാക്ടറാണ് ഇവിടെ മനസ്സിലാവേണ്ടത്. അവസാനം വരെ എത്തിക്കണ്ടോ, 98 വരെ എത്തി അവസാനം പിന്നെയും താഴേക്ക് വരുന്ന ഒരു ഗെയിമാണിത്. കാരണം ഇന്റർവ്യൂവിന് പോയി കിട്ടിയില്ല എന്ന് പറയുമ്പോഴും യു ഹാവ് ടു ബി വെരി സീരിയസ് ഓൺ ദാറ്റ്. വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഗെയിം ആയതുകൊണ്ടാണ് സ്നേക്ക് ആൻഡ് ലാഡർ പോലെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ഓക്കെ, ഇനി നമ്മൾ ആ ബേസിക്സ് ചാപ്റ്റർ 1ലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ആദ്യം മനസ്സിലാക്കാം. സിവിൽ സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. പഠിച്ചിട്ട് കാര്യമില്ലെന്നും പഠിച്ചാൽ മാത്രം പോരാന്നുള്ളത് മനസ്സിലായി. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദർ ഇസ് സം സ്ട്രാറ്റജി. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ പറയും, സിവിൽ സർവീസ് കിട്ടാൻ ഏറ്റവും ആദ്യത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണെന്ന് പറയും. പഠിക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇതിലുള്ള എത്ര പേർക്ക് ഞാൻ നല്ല ക്ഷമയുള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ട്? ജസ്റ്റ് ഇറ്റ് ഇസ്, ഞാൻ ഒന്നും കൂടെ ഐ എം ആസ്കിങ് യു ടു, നിങ്ങളോട് ഒന്നും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാൻ പറയുന്നതാണ്. എത്ര പേർക്ക് ഇതിനകത്തുനിന്ന്, അല്ലെങ്കിൽ എത്ര പേര് തിരിച്ചു പറയുന്നു ക്ഷമ തീരെ ഇല്ല എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? യു ക്യാൻ ചാറ്റ്, ആക്ച്വലി ഐ ക്യാൻ ലിസൺ. മേ ബി ഐ ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ചാറ്റ്സ്. നീതു ക്ഷമയുണ്ടെന്നാണോ ഇല്ലെന്നാണോ ഉദ്ദേശിച്ചത്? ഉണ്ടെങ്കിൽ യെസ് എന്നും, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. യെസ്, നീതു ഇല്ല. ആൻഡ് റെയിൽമി says no. Dr. Amrita says yes. Arjun no. Nivedya no. Shruti Shaji no. Shema illa. Asiya yes. Very good. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ. ഷെഹസാദ് യെസ്, വെരി ഗുഡ്. ഞാനിത് ചോദിച്ചതൊക്കെ മനസ്സിലായി. ഇനി അവിടെ ഇരുന്നോട്ടെ. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആണെങ്കിലും, നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആണോ, ടോപ്പർ ആണോ, എന്താണെങ്കിലും ഈ പരീക്ഷയിൽ കുറച്ച് ക്ഷമ വളരെ അത്യാവശ്യമാണ്. ചാപ്റ്റർ പോകുന്നതിന് മുന്നേ ഇതൊന്ന് പറഞ്ഞു തരാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ക്ഷമ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ. നമ്മൾ ഇപ്പോഴാണ് 2026 പഠിക്കുന്നത്. 2026 മെയ്യില് പരീക്ഷ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രിലിമിനറി പരീക്ഷ മെയ്യിൽ എഴുതി, റിസൾട്ട് ജൂണോടെ തന്നെ വരും. മെയിൻസ് ഓഗസ്റ്റിൽ തന്നെ വരും. നമ്മൾ റിസൾട്ട് മെയിൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഏകദേശം ജനുവരി ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ വ്യത്യാസം ഉണ്ട് കേട്ടോ. 2027 ആണ്, 2027 ആണ്. അപ്പൊ ആലോചിക്കണം, 2026 പരീക്ഷ എഴുതി, 2027 വന്നു. ജനുവരി മുതൽ ഏപ്രിൽ വരെ നമ്മൾ IAS ഇന്റർവ്യൂവിന് പോയി. മെയ് ഫസ്റ്റ് വീക്കാണ്, 2027 നമ്മൾ IAS ആവാൻ പോകുന്നത്. അപ്പൊ ഇതിന്ന് വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ്? ഇനി അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ്. 2025 നമ്മൾ നിൽക്കുന്നത്. 2025 നമ്മൾ നിന്നിട്ട് ഈ ഒരു വർഷം നന്നായി പഠിക്കണം. ഈ ഒരു വർഷം നന്നായി പഠിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം മുഴുവൻ പ്രിലിംസ്, മെയിൻസ് ഇങ്ങനതായി ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഓഫീസർ ആവുന്നത്. ഇൻ കേസ് ഇവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രിലിംസ് തോറ്റു, ഒന്നേന്ന് അടുത്ത പ്രിലിംസ് എഴുതേണ്ടി വരും. മെയിൻസ് തോറ്റു, ഒന്നേന്ന് എഴുതും. ഇനി ഇന്റർവ്യൂ ജനുവരി ഏപ്രിൽ കഴിഞ്ഞിട്ട് അവസാനം മെയ് ഫസ്റ്റ് വീക്ക് വരുമ്പോൾ നമ്മൾ തോറ്റുപോയെന്ന് പറഞ്ഞാൽ വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത പ്രിലിംസ് എഴുതാൻ തയ്യാറായിരിക്കണം. ഈ സർക്കിൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. സോ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ് ഇതെന്ന് മനസ്സിലാക്കിയത്? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആയാലും. ആൻഡ് ഓൾസോ റിമെമ്പർ, പ്ലീസ് റിമെമ്പർ, ദിസ് ഇസ് വൺ മേജർ റീസൺ വൈ പല ഇന്റലിജന്റ് ആൾക്കാരും ഈ പരീക്ഷ തോക്കാനുള്ള കാരണം വളരെ സാധാരണക്കാരായിട്ടുള്ള, ആവറേജ് ആയിട്ടുള്ള, എന്നാൽ വളരെയധികം കൺസിസ്റ്റൻസി എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെയധികം കൺസിസ്റ്റൻസി ഉള്ള ആൾക്കാർ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള കാരണവും ഇതാണ്. അപ്പൊ ഇതിൽ എന്ത് മനസ്സിലാക്കി? IAS ആകണമെങ്കിൽ
നമ്മൾ ഇന്ന് 2025 നിൽക്കണമെങ്കിൽ 25 മുതൽ 26 വരെ നന്നായി പ്രിപ്പയർ ചെയ്ത് 26 മുഴുവൻ 27 വരെ നന്നായി എക്സാം ഒക്കെ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഈ എഫേർട്ട് എടുക്കുന്നതിലാണ് കേട്ടോ, അല്ലാതെ 2 അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റ് എടുക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് എന്ത് മനസ്സിലാക്കി? ഡിഡ് യു റിയലൈസ് ദി വാല്യൂ ഓഫ് പേഷ്യൻസ്? പ്ലീസ് ടെൽ മീ, ഡിഡ് യു റിയലൈസ് ദി വാല്യൂ ഓഫ് പേഷ്യൻസ്? ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഡിഡ് യു? യെസ് അഫ്സൽ, എല്ലാവർക്കും മനസ്സിലായി. യെസ് ഡോക്ടർ അമൃത. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഐ ഗോട്ട് ദ പോയിന്റ്, പെർഫെക്റ്റ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. കണ്ടന്റ് മാത്രമല്ല, കണ്ടന്റ് മാത്രം കൊണ്ട് IAS കിട്ടില്ല. നല്ല ക്ഷമ വേണം. നന്നായി ഇന്റലിജന്റ് ആയിട്ടും കാര്യമൊന്നുമില്ല. ഇന്ന് തൊട്ട് അടുത്ത 27 വരെ നമുക്ക് നല്ല ഇന്റലിജൻസ് വേണം. ഓക്കെ, ഇനി നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ബേസിക്സ് ദ കോർ എന്നാണ്. ഇത് എന്താണ് ബേസിക്? ആദ്യത്തെ ചാപ്റ്റർ ഓർത്ത് വെച്ചോളൂ. ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ബേസിക്സ് ദ കോർ. ഈ 6 ചാപ്റ്റർ ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും IAS പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ കുറെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനൊരു ചിട്ടയായ ഓർഡർ ഉണ്ട്. ആ ഓർഡറിലാണ് നമ്മളും ക്ലാസ് എടുക്കുന്നത്, ഞാനും പഠിപ്പിക്കുന്നത്. അതാണ് ബേസിക്സ് ദ കോർ ഫസ്റ്റ് ലെസൺ. ഒന്ന്, പ്രധാനമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. സിവിൽ സർവീസ് എന്ന് പറയുന്നത് റേഡിയോ പോലെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ 85.6 എന്ന ഫ്രീക്വൻസിയിലാണ് IAS എന്ന്, ഈ റേഡിയോ ചാനൽ അതിലേ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആണെങ്കിലും 85.6 എന്ന ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്താൽ മാത്രമേ നിങ്ങൾ സിവിൽ സർവീസ് ഓഫീസർ ആവുകയുള്ളൂ. അതായത് നമ്മൾ ഈ പരീക്ഷയുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യണം എന്നാണ് ഞാൻ ഇതിൽ ബേസിക് ആയിട്ട് പറഞ്ഞു വന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് വരണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. റേഡിയോ ഫ്രീക്വൻസി അത് ഓർത്തു വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു പടം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മുടെ ഒരു എക്സാമ്പിൾ ഉണ്ടാവും. നമ്മുടെ കയ്യിലൊരു തോക്കുണ്ട്. PSC, നാഷണൽ എക്സാംസ്, SSC, UPSC എല്ലാത്തിനെയും ഒറ്റ തോക്ക് കൊണ്ട് വെടിവെച്ചിടാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതും കൂടെ ഞാൻ പറയട്ടെ. ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ IAS പഠിച്ചാൽ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ പരീക്ഷയും പാസ്സാവും. അങ്ങനെയാണ് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഓരോ എക്സാമിനും അതിൻ്റെതായ ഗണ്ണ് വേണമെന്ന് മനസ്സിലാവും. നിങ്ങളുടെ കയ്യിലുള്ള തോക്ക് ഇതാണ്. PSC എല്ലാ എക്സാമും ഒരുമിച്ച് വെടിവെച്ചിടാന്ന് വിചാരിക്കേണ്ട. UPSCക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു പ്ലാനിങ് ഉണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മറ്റു പരീക്ഷ കിട്ടില്ലെന്നല്ല, കിട്ടും. പക്ഷെ ഇതുകൊണ്ട് മാത്രം എല്ലാം കിട്ടണമെന്നില്ല എന്നുള്ളൊരു ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് കോർ സിലബസ്. ബേസിക്സ് കോർ എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം സിലബസ് ആണ്. ഇതിലാണ് ഏറ്റവും വലിയ പരാജയം പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളത്. അതിനാദ്യം ചെയ്യേണ്ടത് സിലബസിന്റെ ഭാഗമായിട്ട് UPSCയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ഒരു ടാസ്ക് ആയിട്ട് ഞാൻ ഇപ്പോഴേ തരികയാണ്. നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി UPSC നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. UPSC 2025 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി നമുക്ക് പ്രിലിംസ് എക്സാം ഉണ്ടെന്നറിയാം, മെയിൻസ് എക്സാം ഉണ്ടെന്നറിയാം, ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്നറിയാം. ഈ 3 ഘട്ടത്തിനും ഒരു സിലബസ് ഉണ്ട്. എത്ര പേർക്ക് അറിയാം ഇന്റർവ്യൂവിന് സിലബസ് ഉണ്ടെന്ന്? പല ആൾക്കാർക്കും സിവിൽ സർവീസിന് ഇപ്പോൾ 2 അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റ് കഴിഞ്ഞ ആൾക്കാർക്ക് പോലും ദേ ഡോണ്ട് നോ ദാറ്റ് ദർ ഇസ് എ സിലബസ് ഫോർ ദി ഇന്റർവ്യൂ. യെസ്, ഈ നോട്ടിഫിക്കേഷൻ, ഈ സിലബസ് ആണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇതിൽ സിലബസ് വളരെ കൃത്യമായി അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഞാൻ നിസ്സാരമായിട്ട് കാണണ്ട. ഈ അടുത്ത് കുറെ ഇന്ററാക്ഷന് ശേഷം ഞാൻ മനസ്സിലാക്കിയ വലിയൊരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ, സീനിയർ ആസ്പിരൻസിന് പോലും സിലബസ് പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ പേജ് നമ്പർ 23, 24 ഒക്കെ സമയത്ത് പ്രിലിംസിന്റെ സിലബസ് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ, ഇന്ന് സിലബസിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ IAS ഫാക്ടറിന്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ബിഗിനിങ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്, IAS ബേസിക്സ് എന്ന് പറഞ്ഞ മലയാളത്തിൽ. അതിൽ സിവിൽ സർവീസ് എക്സാമിന്റെ പാറ്റേൺ കാര്യങ്ങളെല്ലാം ഓരോരോ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അതിൽ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സിലബസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പ്രിലിംസിന്റെ സിലബസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മെയിൻസിന്റെ സിലബസ് ആണ്. കണ്ടോ, പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും ഒന്നാണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒന്നാണ്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മെയിൻസിന്റെ സിലബസ് ഉണ്ട്. അതിനാദ്യം ഇതെല്ലാം മെയിൻസിന്റെ സിലബസ് ആണ് കാണുന്നത്. ഇതിലോ കണ്ടോ, ഇതിൽ എന്റെ ടാസ്ക് അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോഴേക്കും, ഈ പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാലും ആദ്യം പഠിപ്പിക്കുന്നത് ഇതിൽ കണ്ടു. ഇതിൽ ഓരോ വാചകങ്ങളും കണ്ടോ, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പാർലമെന്റ്, സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് ആക്ട്, സ്ട്രക്ചർ, ഫങ്ഷനിങ്. ഈ പറയുന്ന ഓരോ വാക്കിനെ കുറിച്ചിട്ടും നല്ല ക്ലാരിറ്റി ഇപ്രാവശ്യം ഉണ്ടാവണം.
ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുക എന്നുള്ളതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ കുറെ കാണാതെ പഠിക്കുന്നതിലല്ല. ട്രസ്റ്റ് മീ, ഈച്ച് ആൻഡ് എവറി വേർഡ് ഓഫ് ദിസ് സിലബസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ കാണുന്ന ഓരോ വാക്കും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ആസ്പെക്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലാത്തടത്തോളം നമ്മൾ ശരിക്കും ഒരു നല്ല ആസ്പിരന്റ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത്രയും നല്ലൊരു ക്ലാരിറ്റി നമുക്കില്ല. പേപ്പർ 3 കണ്ടോ, ഇന്ത്യൻ എക്കോണമി, മേജർ ക്രോപ്സ്, പാറ്റേൺസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ, ഫാം, സബ്സിഡി, പബ്ലിക്, ഇത് കണ്ടോ ഓരോ വാക്കും. മെയിൻസിന് സിമ്പിൾ ആണ്, പ്രിലിംസിന് വളരെ സിമ്പിൾ സിലബസ് ആണ്. മെയിൻസിന്റെ ഈച്ച് ആൻഡ് എവറി സിലബസും വളരെ കൃത്യമായിട്ട് അറിയണത് പോലെ തന്നെ ഓരോ പേപ്പേഴ്സിനും എത്ര മാർക്ക് ഉണ്ടെന്നും കൂടെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആര് ചോദിച്ചാലും എന്റെ കയ്യിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, സിലബസിന്റെ പ്രിന്റ് ഔട്ട് ഉണ്ടെന്ന് പറയുന്നതല്ല. മെയിൻസിന്റെ ഓരോ മാർക്ക് 250 മാർക്ക് ഈ പേപ്പർ 250, ഇതെല്ലാം ക്ലാസ്സിൽ ഞാൻ ഡെഫിനറ്റ്ലി എടുക്കുന്നതായിരിക്കും. ആദ്യത്തെ പോർഷൻ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, യു ഷുഡ് നോ ദ സിലബസ്. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. ഇത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. ഈ ചാപ്റ്റർ അറിയാത്തിടത്തോളം കാലം നമ്മൾ ഒരിക്കലും നമുക്ക് സിവിൽ സർവീസ് കിട്ടാൻ ഉള്ള ചാൻസ് കുറഞ്ഞു വരും. കാരണം നമുക്ക് എന്തിനാ പഠിക്കണമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഓർത്ത് വെക്കുക, സിലബസ് ഇസ് ദ ഫസ്റ്റ്. പ്രത്യേകിച്ച് പ്രിലിംസ്, മെയിൻസ് എല്ലാം പഠിക്കാന്ന് മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി ലൈൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ, എന്നാലേ ഈ ചോദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാണുന്നത്, ഞാൻ ഈ ചാപ്റ്റർ പെട്ടെന്ന് പഠിപ്പിക്കുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയാണ്, ഓപ്പൺ ആയിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇത്രയും മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ചാപ്റ്റർ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. എന്താണ് ഇത് കാണുന്നത്, ഈ പടത്തിൽ കാണുന്നത് എന്താണ്? പ്ലീസ് എനിബഡി, എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നത് വെൻ യു ആർ UPSC ആസ്പിരന്റ് യു ഷുഡ് ബി ദിസ് എന്നാണ് പറയുന്നത്. ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങനെ ആകാൻ പറയുന്നത്? വൈ? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദിസ് പിക്ചർ? എന്ത് തോന്നി ഇതിനകത്ത്? ഒറ്റ വാക്കിൽ എന്തെങ്കിലും ഉത്തരം പറയണമെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ്. എന്ത് തോന്നി ഈ പിക്ചർ കണ്ടിട്ട്? എന്തൊരു വ്യത്യാസം ഇല്ലേ? വാട്ട് ഈസ് സോ ഡിഫറെന്റ് അബൌട്ട് ദിസ് പിക്ചർ? തിങ്ക്. നിങ്ങൾ ഇനി സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് തിങ്ക് ചെയ്യുന്ന ഒരാളായി മാറണം. നന്നായി ആലോചിച്ചോളൂ. ഇതിൽ ഒരു ബേർഡ് മാത്രം വേറൊരു ഡയറക്ഷനിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഈ വ്യത്യാസം ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മീ ഹാവ് വൺ ചാറ്റ്. തിങ്ക് ഡിഫറെന്റ്. ഋത്തിക് ആണ്. വെരി ഗുഡ് ഋത്തിക്, അപ്രീഷിയേറ്റഡ് യുവർ ആൻസർ. തിങ്ക് ഡിഫറെന്റ് ഫ്രം ദി ആസ്പെക്ട് ഓഫ് ദ കോമൺ മാൻ. വെരി ഗുഡ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് തന്നെയാണ് പറയുന്നത്. സാധാരണക്കാരനും നമ്മളും തമ്മിൽ, UPSC ആസ്പിരന്റും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒരു കാര്യം അവർ കാണുന്നത് പോലെ അല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് കുറച്ചുകൂടെ ഡിഫറെന്റ് ലെവലിലാണ്. അത് ഏത് ലെവലിലാണെന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് വേണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദർ ഷുഡ് ബി എ പെർസ്പെക്റ്റീവ് ചേഞ്ച്. അത് ഒന്ന് ആദ്യമേ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഞാൻ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒറ്റ കാര്യം ഇതിനകത്തുള്ളൂ. ഇത് കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ആക്ടിവിറ്റി പോലെ തന്നെ നമ്മൾ 2011 തൊട്ടെങ്കിലും എടുക്കണം. 2011 തൊട്ട് ഓൾമോസ്റ്റ് ഇപ്പൊ പരീക്ഷ കഴിയും, 25ന്റെ പരീക്ഷ കഴിയുമ്പോൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2013 തൊട്ട് 2013 തൊട്ടൊക്കെ മതി. കാരണം അപ്പോഴാണ് മെയിൻസിന്റെ സിലബസ് മാറിയത്. അതുകൊണ്ടാണ് ആ വർഷം പറഞ്ഞത് 2024 വരെ. ഈ വർഷങ്ങളിലെ പ്രിലിംസ് മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി പഠിക്കണം. പഠിക്കുക ഇൻ ദ സെൻസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനല്ല. കണ്ടോ, ഓരോ ചോദ്യങ്ങൾ നമ്മൾ ഇതേപോലെ എടുത്ത് വായിച്ച്, ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ സിലബസ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെ നമ്മൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം. കാരണം ഇത് ചെയ്ത് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് നിങ്ങൾ ഒരു ബുക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നിങ്ങളൊരു ബുക്ക് വായിച്ചു, അതായത് ഇതൊരു ബുക്കാണെന്ന് വിചാരിക്കാം, ഇതൊരു 2 പേജ് ബുക്കാണെന്ന് വിചാരിക്കാം. ഇന്ത്യയിലെ 13 ലക്ഷം ആൾക്കാരും ഇതേ ബുക്കാണ് വായിക്കുന്നത്. അപ്പൊ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് യു ഹാവ്? ഇത് A എന്ന് പറഞ്ഞൊരാള്, ഇത് B എന്ന് പറഞ്ഞൊരാള്, എല്ലാവരും പഠിക്കുന്നത് ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അറിയുന്ന ആളാണ്. B എന്ന് പറയുന്ന ആൾ വെറുതെ പഠിക്കുകയാണ്, IASന് വേണ്ടി വെറുതെ ഒരു ഇഷ്ടം കൊണ്ട് പഠിക്കുകയാണ്. പക്ഷെ ഭയങ്കര അംബീഷനാണ്. നമ്മൾ രണ്ടുപേരും ഈ ബുക്ക് വായിക്കുന്നത് 2 പെർസ്പെക്റ്റീവിലാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് PYQ അറിയുന്നുണ്ട്, ഓരോ ചോദ്യവും എങ്ങനെയാണെന്ന് അറിയുന്നുണ്ട്. ആ ബുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്. അത്രയേ ഉള്ളൂ ഞാനിവിടെ ഉദ്ദേശിച്ചത്. ആ വ്യത്യാസമാണ് നിങ്ങളുടെ അടുത്ത് ഇവിടെ ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. അതാണ് നിങ്ങൾ ഇതാവുന്നത്. അല്ലെങ്കിൽ
13 ലക്ഷം ആൾക്കാരുടെ കൂടെ നിങ്ങളും വെറുതെ പഠിച്ചുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. സോ ആദ്യമേ തോക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത് പ്രിലിംസിന്റെ പേപ്പർ ആട്ടോ, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ്, ഇത് മെയിൻസിന്റെ പേപ്പേഴ്സ്. കണ്ടോ, മെയിൻസിന്റെ പേപ്പർ കാണുമ്പോൾ റിട്ടൺ എക്സാം ആയതുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ എങ്ങനെയുണ്ട്. ഒരിക്കലെങ്കിലും നമ്മൾ ഇത് എടുത്തൊന്ന് വായിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്കൊരു മനസ്സിലാവുക നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഹാവ് എ സ്ട്രോങ് ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഇത്രയാണ് ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക്സ് എന്ന സംഭവം നമ്മൾ നോക്കി. PYQ, ദ ലൈറ്റ് എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ പുസ്തകത്തിലേക്കുള്ള ഒരു ലൈറ്റ് ആണ് PYQ എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം ഇവിടെ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഞാൻ പഠിച്ച വലിയൊരു ഫാക്ടർ ഉണ്ട്. പല ആസ്പിറൻസിന്റെയും ഇത് വളരെ ഫെയിലർ ആണ് അവര്. ദേ ആർ നോട്ട് സ്റ്റഡിങ് ദിസ്. കാരണം അവരിത് പഠിക്കുന്നില്ലെന്നല്ല, വളരെ ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അവർ വളരെ ആവേശത്തില് ബുക്ക് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് റോങ്. അതുകൊണ്ടാണ് ഈ ആറ്റിറ്റ്യൂഡ് തെറ്റാണെന്ന് പറഞ്ഞത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്റർ, നമ്മൾ ഇതിനകത്ത് നിന്ന് കാണേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റർ, CSAT ദ വില്ലൻ. നമ്മുടെ സിവിൽ സർവീസിന്റെ രണ്ടാമത്തെ പേപ്പറിൽ, പ്രിലിംസിന്റെ പേപ്പറിൽ ഇതേപോലൊരു സംഭവം ഉണ്ട്, CSAT എന്ന് പറഞ്ഞത്. ഇത് ചെറിയൊരു വില്ലൻ ആണെന്ന് പറയാൻ കാരണം, നമ്മുടെ CSAT, നമ്മുടെ GS പേപ്പർ ഇങ്ങനെയാണല്ലോ. പ്രിലിംസിന്റെ ആദ്യത്തെ പേപ്പർ രാവിലെ 9:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ജനറൽ സ്റ്റഡീസ്. 9 മുതൽ 11 വരെയാണ് ആദ്യത്തെ പരീക്ഷ. ഇത് ജനറൽ സ്റ്റഡീസ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, നമ്മൾ ഈ പഠിക്കുന്ന ജനറൽ സ്റ്റഡീസ് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്ക് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കം വരുന്ന സമയത്ത് 2:30 മുതൽ 4:30 വരെയാണ് ഈ എക്സാം CSAT കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 കോമ്പണൻസ് ആണ്. ഒന്ന് ലോജിക്കൽ റീസണിങ്, 2 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഇംഗ്ലീഷ് പാസേജ്. ഇതെല്ലാം ഒരു 10ാം ക്ലാസ് നിലവാരത്തിൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ 80 ചോദ്യങ്ങളുണ്ട്. 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 80 ചോദ്യവും 2.5 മാർക്ക് വെച്ചിട്ടാണ്, 2.5 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ 200 മാർക്കിന് ചോദ്യം ചോണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് 0.83 മാർക്സ് ആണ് നെഗറ്റീവ് വരുന്നത്. ഇതിൽ സ്കോറിംഗ് അല്ല, ഇതിൽ 66.33%, 66.66% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പേപ്പർ പാസ്സാവുള്ളൂ. എന്നാൽ മാത്രമേ രാവിലെ എഴുതിയ GS പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ വളരെ എളുപ്പമാണ്. 13 ലക്ഷം ആൾക്കാരുടെയും പേപ്പർ UPSC ആദ്യം CSAT എടുത്തങ്ങിടും. ഈ 66 മാർക്ക് കിട്ടിയില്ലെങ്കിൽ 10ാം ക്ലാസ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞാലും ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയും ഇത് എത്ര പേർക്ക്, പേഷ്യൻസ് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ എത്ര പേർക്ക് മാത്സും, അല്ലെങ്കിൽ ഇത് മാത്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇത് അങ്ങനെ മാത്സ് അല്ല, കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അങ്ങനെയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, മാത്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് കുറച്ച് ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തൊരു കുറച്ച് പേർക്ക് ഇഷ്ടം ഉണ്ടാവും, ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ, ഇതിനകത്തൊന്നും മടിക്കേണ്ട ആവശ്യമില്ല. എത്ര പേർക്കാണ് ഗിവൺ എ ചോയ്സ് എനിക്ക് ഇഷ്ടമല്ല, ഈ പറഞ്ഞ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പഠിക്കണം പക്ഷെ എനിക്ക് ആസ് സച്ച് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അർജുൻ, വെരി ഗുഡ്. ദാറ്റ് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ നല്ല കാര്യം. റിയൽമിയുടെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കി എത്ര പേരുണ്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർ? ബാക്കി എല്ലാവർക്കും മാത്സ് കുറച്ച് ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അഭിനന്ദനും ഇഷ്ടമല്ല. കുറെ ആൾക്കാരുണ്ട്, യു നോട്ട് ലൈക്കിംഗ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ. അപ്പൊ ഇഷ്ടമല്ലാത്ത ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇത് വിട്ടുകളയാൻ പറ്റില്ല. ഇതൊരു ഞാൻ ഈ പേപ്പറിന്റെ ടൈറ്റിൽ തന്നെ CSAT ദ വില്ലൻ എന്ന് വെക്കാൻ കാരണം, ഈ ചാപ്റ്ററിന്റെ പേര്, ഇത് ആൾക്കാർ ലൈറ്റ് ആയിട്ട് എടുക്കുകയാണ്, പഠിക്കുന്നില്ല. ഇതാണ് CSATന്റെ പാസേജ്, ഇങ്ങനെ വരും ഇംഗ്ലീഷിൽ. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല, സിമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പക്ഷെ സമയം എടുക്കും ചെയ്യാൻ. ഇതേപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഇതേപോലത്തെ ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ്, ബ്ലാക്ക് ബോൾ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, 0 is written as CHUR, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ട്രിവിയ ആസ്പെക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എളുപ്പമാണ്, ഇത് ഈസിയാണ്. പക്ഷേ 2 മണിക്കൂറിൽ ചെയ്തു തീർക്കാന്നുള്ളത് ഒരു ചലഞ്ചാണ്. പലർക്കും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു 3 മണിക്കൂറൊക്കെ തരികയാണെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ടഫ് ആണെങ്കിൽ, ഇത് വില്ലൻ ആണെങ്കിൽ, ടഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വർഷം ഇതിനു വേണ്ടി നല്ല എഫേർട്ട് എടുക്കണം എന്നുള്ളതും കൂടെ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ ഞാൻ പറയുന്നു. അതിന് പ്രത്യേക ടാസ്കുകൾ നമുക്ക് ചെയ്തു നോക്കാം, നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് ചെയ്യണം. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് പേപ്പർ, ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് NIT-യിലുള്ള സ്റ്റുഡൻസും IIT പഠിച്ച ആൾക്കാർ വരെ ഈ പേപ്പർ 2023 തോറ്റുപോയി. കാരണം അവരത് ലൈറ്റ് ആയിട്ട് എടുത്തു, പക്ഷെ 66 മാർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഇതൊരു വില്ലനാണ്, ഇതൊരു ഇമ്പോർട്ടന്റ് സംഭവമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ഇമ്പോർട്ടന്റ് സംഭവമാണ് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ഫീല് കിട്ടിയാൽ മതി. അപ്പൊ അതാണ് ഇതിന് പ്രധാനപ്പെട്ട CSAT എന്ന് പറയുന്നത്.
അടുത്ത പ്രധാനപ്പെട്ട ഓപ്ഷണൽ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. സിവിൽ സർവീസിന് നമുക്ക് ഇതേപോലെ കുറെ ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ മലയാളത്തിൽ ഐച്ഛിക വിഷയം എന്നൊക്കെ പറയുന്ന പോലെ ദർ ഇസ് എൻ ഓപ്ഷണൽ സബ്ജക്ട്. UPSC ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ട്. അടുത്ത ഇതേപോലത്തെ വേറൊരു സെഷൻ ഞാൻ വെക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ IAS ഫാക്ടറിന്റെ യൂട്യൂബ് ചാനലിൽ ആ ബേസിക് സീരീസിൽ ഞാൻ ആ വീഡിയോ കവർ ചെയ്യുന്നുണ്ട്. കോളേജ് ഗ്രാജുവേഷൻ എടുത്തുകൊണ്ട് മാത്രം ഞാൻ ഹിസ്റ്ററി ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് ഹിസ്റ്ററി എടുക്കാം എന്നുള്ളതല്ല, ഞാൻ എഞ്ചിനീയർ ആണ് അതുകൊണ്ട് എഞ്ചിനീയർ എടുക്കാമെന്നല്ല, ഞാൻ സുവോളജി പഠിച്ചു സുവോളജി എടുക്കാം എന്നുള്ളതല്ല. ഇതിന് കുറച്ച് രീതികളുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ വെച്ചിരിക്കുന്നത് മാക്സിമൈസർ എന്നാണ്. സിവിൽ സർവീസിന്റെ ഓപ്ഷണൽ പേപ്പറിന് നമുക്ക് മെയിൻസ് എക്സാമിൽ അറിയാം, ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുമ്പോൾ 2 പേപ്പർ ഉണ്ട്. 250 മാർക്കിന്റെ 2 പേപ്പർ, 250 × 2, 500 മാർക്കാണ് ഈ പേപ്പർ. ജസ്റ്റ് ഇമാജിൻ, 500 മാർക്കിന് നമുക്ക് വേറെ ഒരു മെയിൻസിന്റെ പേപ്പറിനും ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പുസ്തകത്തിനകത്തുന്ന സെയിം കണ്ടന്റ് തന്നെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ഐ കോൾ ദിസ് മാക്സിമൈസർ. ഏറ്റവും മാക്സിമൈസ് ചെയ്യാവുന്ന ഒരു കോണ്ടന്റ് ആയതുകൊണ്ടാണ് ഇതിനെ മാക്സിമൈസർ എന്ന് വിളിക്കാൻ കാരണം. പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ജോഗ്രഫി, ഹിസ്റ്ററി, അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് ഇവിടെ വെക്കാൻ കാരണം ഇത് എടുക്കുമ്പോൾ അത്രയും അധികം ആലോചിച്ചിട്ട് വേണം ഇത് എടുക്കാൻ. കാരണം നമ്മുടെ സ്കോർ മാക്സിമൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. ഇതാണ് UPSC തന്നിട്ടുള്ള നീണ്ട ലിസ്റ്റ്. ഇത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ കിടപ്പുണ്ട്. ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും, ഇനി ഇല്ലെങ്കിൽ ഓർത്തെടുക്കുക. അഗ്രികൾച്ചർ തൊട്ട് എല്ലാം ഉണ്ട്, ബോട്ടണി, കെമിസ്ട്രി, എക്കണോമിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഹിസ്റ്ററി, ലോ, മാനേജ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതെല്ലാം ഉണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു ടോപ്പിക് തിരഞ്ഞെടുക്കുക. അത് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡോൺ വറി, ഞാൻ അടുത്തൊരു സെഷനും കൂടെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നോക്കിയാൽ മതി. ഓപ്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ള 2-3 ടെസ്റ്റുകളുണ്ട്. അത് ചെയ്തതിന് ശേഷം വേണം ഓപ്ഷൻ എടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതൊരു പ്രധാന ചാപ്റ്റർ ആണ്. കാരണം തെറ്റായിട്ടൊരു ഓപ്ഷൻ എടുത്തിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കാരണം എത്രയോ ആസ്പിരൻസ് ഫെയിൽ ആയിട്ടുള്ളത് ഇവിടെയാണ്. മെയിൻസ് പരീക്ഷ എഴുതും, മെയിൻസ് പരീക്ഷയിൽ GS-നൊക്കെ നല്ല മാർക്കാ, GS 1, 2, 3, എഴുത്ത് പരീക്ഷയിലൊക്കെ നല്ല മാർക്കാ. essay പേപ്പർ, ഓപ്ഷണൽ പേപ്പറിൽ മാത്രം വിചാരിച്ച മാർക്ക് വന്നില്ല. അതുകൊണ്ട് മാത്രം IAS IPS ആയില്ല, മെയിൻസിന് മാർക്കില്ല. ഓൺലി ബിക്കോസ് യുവർ ഓപ്ഷണൽ സെലക്ഷൻ വാസ് എ റോങ് തിങ്. You took the wrong optional, that is why you could not clear the civil service examination. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ നിസ്സാരമായി കാണണ്ട. ഈ എടുക്കുന്ന ഒരു സബ്ജക്ട് ഇപ്പൊ ഇതിനകത്തുനിന്ന് ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ലിറ്ററേച്ചർ എടുക്കാം, ലാംഗ്വേജ് എടുക്കാം. നിങ്ങൾക്ക് ലാംഗ്വേജ് എടുക്കണമെങ്കിൽ മലയാളം ലിറ്ററേച്ചർ എടുക്കാം. എന്തെടുത്താലും നല്ല സ്കോറിംഗ് കിട്ടുന്ന സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് ആയിട്ട് എടുക്കരുത്. നമുക്ക് ഇതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു പോകുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിയായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് 5ാമത്തെ ചാപ്റ്റർ. 4ാമത്തെ ചാപ്റ്റർ അതാണ്. ഇനി ഒരു ചാപ്റ്റർ കൂടെ, അത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രധാന കാര്യമാണ് ബേസിക് NCERT. ഞാൻ അതിനെ വിളിച്ചിരിക്കുന്ന പേര് ഇങ്ങനെയാണ്, ഇറ്റ്സ് കോൾഡ് ദ ഫൗണ്ടേഷൻ. എന്തുകൊണ്ടാണ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കാൻ കാരണം? നമ്മൾ പലരും ഇത് ഇഗ്നോർ ചെയ്ത് കാണാറുണ്ട്, ശ്രദ്ധിക്കാതെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നതല്ല. 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് ഒരുപാട് NCERT ബുക്സ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളിതെല്ലാം ഒറ്റയടിക്ക് പഠിക്കാനല്ല പറയുന്നത്. പക്ഷേ ട്രസ്റ്റ് മീ, ബിലീവ്, go to the previous year question paper, you will find out one thing. എന്തിന് 2024 ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രിലിംസ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രിലിംസിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങളും 6ാം ക്ലാസ് തൊട്ട് 7, 8, 9, 10 വരെ ഒരു ലീഗായിട്ട് നമുക്ക് കാണാം. 11th ഉം 12th ഉം വേറെ ഒരു ലീഗായിട്ടാണ് നമുക്ക് NCERT പഠിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാം കൂടെ ഒറ്റയെടുത്തെടുത്ത് വായിക്കുകയല്ല ചെയ്യേണ്ടത്. 6 മുതൽ 10 വരെ ഒറ്റ ലീഗും 11, 12 വേറെ ലീഗും. ഇതിൽ എല്ലാ സബ്ജക്ട്സും അല്ല, ഹിസ്റ്ററി, ജോഗ്രഫി, എൻവയോൺമെന്റ്, എക്കണോമി, അങ്ങനെ സെലക്ടീവ് സബ്ജക്ട്സ്. പലപ്പോഴും സിവിൽ സർവീസിന്റെ പ്രിലിംസിന്റെ പല ചോദ്യങ്ങളും 6ാം ക്ലാസ്സിലെ NCERT നിന്നൊക്കെ ചോദിക്കാറുണ്ട്. 24-ൽ they asked a lot of questions from 6th standard, 7th standard NCERT in geography. നമുക്ക് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ അറിയാം, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. നിസ്സാരമായിട്ട് കാണണ്ട. ഇത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം, അത് ഓരോ സ്ട്രാറ്റജി പോലെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് കുറെ കോണ്ടന്റ് ഉണ്ട്. ഞാൻ ഇതിനെ ഫൗണ്ടേഷൻ എന്ന് വിളിക്കാൻ കാരണം അതിനൊരു കാരണമുണ്ട്. ഇത് ലൈറ്റ് ആയിട്ട് എടുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ IAS ഫാക്ടറിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ NCERTയുടെ ബേസിക് ക്ലാസ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ ഞാൻ ഇതിന് NCERTക്ക് വേണ്ടി 16 എക്സാംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ മാത്രം 16 എക്സാംസ് ഉണ്ട്. അതിൽ MCQ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റനും ഉണ്ട്, റിട്ടനും ഉണ്ട്. കാരണം ഞാനത് വെക്കുന്ന വെച്ചാൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള സാധനം നിങ്ങൾ പഠിച്ച് എക്സാം എഴുതണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും, ഇപ്പൊ ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് ഓഷൻ ആണോ പസഫിക് ഓഷൻ ആണോ നീളം കൂടുതൽ? ജോഗ്രഫിയാണത്.
ഇത് 11th സ്റ്റാൻഡേർഡിന്റെ ബുക്കിൽ ഇല്ല, 11th സ്റ്റാൻഡേർഡ് NCERT ഇല്ല, സ്റ്റാൻഡേർഡ് ബുക്സിലും ചിലപ്പോൾ കാണണമെന്നില്ല. ഇത് 6ാം ക്ലാസ്സിന്റെ ബുക്കിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും അറിയാറില്ല. അതുകൊണ്ട് ഇത് ലൈറ്റ് ആയിട്ട് എടുക്കണ്ട. NCERT ഇതിനെ ഞാൻ ഫൗണ്ടേഷൻ എന്ന് വിളിക്കാൻ കാരണം ഇത് നിങ്ങളുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ്. നമ്മുടെ ആഗ്രഹം ഇതേപോലെ വലിയ ഫോർമുല 1 കാർ റേസിംഗ് ഒക്കെ ഓടിക്കണം എന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇതേപോലെ കാർ റേസിംഗ് ഒക്കെ ഓടിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഏറ്റവും രസം, നമുക്ക് കാറിനെ കുറിച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല. പിന്നെ എങ്ങനെ റേസിംഗ് കാർ ഓടിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ല. അപ്പൊ ആദ്യം ബേസിക് NCERT എന്തുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഇത് 300 കിലോമീറ്റർ പെർ അവർ ആ ലെവലിലാണ് സ്പീഡ് പോകുന്നത്. വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല. പിന്നെ നമ്മളെങ്ങനെ അവിടെ എത്തുന്നു പറയുന്ന പോലെ ആദ്യം ഫൗണ്ടേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. അതിനുശേഷമാണ് ഇത്രയും വലിയ പാലസ് ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് NCERT ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ ഒരു ഗുണം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എന്തായാലും ഇങ്ങനെയാ പോവാ. ഇവിടെ ആയിരിക്കും നമ്മൾ ബുക്സ് ഒക്കെ പഠിക്കുക, സബ്ജക്ട്സ് ഒക്കെ പഠിക്കുക. ഈ സബ്ജക്ട്സ് ഇപ്പോൾ ഉദാഹരണം ഇന്ത്യൻ എക്കോണമി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ? ജോഗ്രഫി നമുക്കറിയില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷെ NCERT ഈ സ്റ്റെപ്പ് നമ്മൾ പതുക്കെ കയറി പോവുകയാണെങ്കിൽ ദ മെയിൻ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 30 to 40% കണ്ടന്റ് നമ്മുടെ കഴിഞ്ഞു. നമുക്ക് ഏകദേശം നല്ല ധാരണയായി കഴിഞ്ഞു. ഇനി അതിന്റെ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്താൽ മതി. അത് വളരെ പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഓർത്ത് വെക്കുക. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി, ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് NCERT ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് NCERT ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായിരുന്നു ലാസ്റ്റ് ചാപ്റ്റർ. ഇനി അടുത്തത് അവസാനത്തെ ചാപ്റ്റർ എന്താന്ന് വെച്ചാൽ വർക്ക് വർക്ക് വർക്ക്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്കും ഡിസ്കഷനിലേക്കും പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സെഷൻ ഇതാണ്. ബേസിക്സ് സിലബസ് പഠിക്കണം എന്ന് മനസ്സിലായി. PYQ എങ്ങനെയാണ് നമ്മൾ ലൈറ്റ് എന്ന് മനസ്സിലായി. CSAT ഒരു വില്ലൻ ആണോ? ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ബേസിക് NCERT മനസ്സിലായി. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ നന്നായി പഠിച്ചാൽ മതി. പക്ഷെ എങ്ങനെ പഠിക്കും എന്നുള്ള ചോദ്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാർ അറിയാതെ പോകുന്നത്. പഠിക്കണമെന്ന് മനസ്സിലായി, കുറെ പഠിക്കും, കുറെ മടുക്കും, പിന്നെയും പഠിക്കും, പിന്നെയും നമുക്ക് മടുക്കും. ഈ ഒരു പ്രോസസ്സ് നമ്മൾ പോകണം. കാരണം ഓർമ്മ വേണം, ഈ വർഷം മുഴുവൻ പഠിക്കണം. 2025 26 പരീക്ഷ ചെയ്ത് 27 സർവീസ് കിട്ടണമെങ്കിൽ നല്ല ക്ഷമ വേണം. ഇത് തന്നെ നമ്മുടെ മനസ്സിൽ പോകുന്നു. പഠിക്കും, പിന്നെയും മടുക്കും, പഠിക്കും, മടുക്കും എന്ന് പറയുന്ന പോലല്ല. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതിനാണ് ഞാൻ ഈ പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം നമ്മൾ പഠിക്കുമ്പോൾ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഫോക്കസ് ഓൺ ദിസ് തിങ്സ്. പഠിക്കുക എന്നുള്ളത് കുറെ ബുക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല. എന്തിന് പഠിക്കണം? വൈ ആർ യു ലേണിംഗ് ദിസ്? വൈ യു ഷുഡ് ലേൺ എന്നുള്ളതിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഒന്ന്, ബുക്ക് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഏത് ബുക്ക് പഠിച്ചാലും എന്ത് പഠിച്ചാലും ഞാൻ ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ബീങ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സക്സസ് ഫാർമുല. എന്ത് പഠിച്ചാലും ആ കോൺസെപ്റ്റ് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. ഹിസ്റ്ററി പഠിച്ചു, ജോഗ്രഫി പഠിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നത്, ഞാൻ ഹിസ്റ്ററി ബുക്ക് 3 പ്രാവശ്യം പഠിച്ചു. എന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി ശരിക്കും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആൾക്ക് അറിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, ഞാൻ ചോദിക്കുകയാണ് പ്രസിഡന്റിന്റെ പവർ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അറിയില്ല. അപ്പൊ എന്തും പഠിക്കുന്നതിലല്ല, കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. 1. 2, പഠിക്കുന്നതെല്ലാം MCQ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ നന്നായി എഴുതാൻ അറിയണം, നന്നായി റിവൈസ് ചെയ്യാൻ കഴിയണം. ഇതായിരിക്കണം അടുത്ത ഒരു വർഷം 26-ൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന സ്ട്രാറ്റജി. ബുക്ക് എടുക്കുക, ഇതൊക്കെ രണ്ടാമത്. ബുക്ക് എടുക്കുക, NCERT വായിക്കുക, ഇന്നത് വായിക്കുക, അതൊക്കെ രണ്ടാമത്തെ കാര്യം. വൈ ആർ യു ലേണിംഗ് ഫോർ 26 ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനിവിടെ നിങ്ങളോട് പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത്. എന്തു പഠിച്ചാലും കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. പഠിക്കാൻ വേണ്ടിയല്ല. അവർ അൾട്ടിമേറ്റ് പർപ്പസ് ഇസ് യു ഷുഡ് നോ ദ കോൺസെപ്റ്റ്. നാളെ ജോഗ്രഫിയിൽ വാട്ടർ സൈക്കിൾ എന്താന്ന് ചോദിച്ചു, നമ്മൾ പഠിക്കുകയും ചെയ്തു ജോഗ്രഫിയിൽ. പക്ഷെ എന്തൊക്കെയോ എവിടെയോ അറിയാം. വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് എവിടെയൊക്കെ എന്തൊക്കെയോ അറിയാം. പക്ഷെ കറക്റ്റ് ആയിട്ട് എന്താണ് വാട്ടർ സൈക്കിൾ എന്നുള്ളത് ചിലപ്പോൾ 6 പോയിന്റോ 7 പോയിന്റോ ഉണ്ടാവും. ആ 7 പോയിന്റും നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ ഓർക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. നന്നായി നമുക്ക് MCQ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇവിടെയാണ് പ്രിലിംസിന്റെ ഏറ്റവും വലിയ പരാജയം. ആൾക്കാർക്ക് കണ്ടന്റ് അറിയാം, പക്ഷെ പ്രാക്ടീസ് ഇല്ല. നല്ലോണം നമുക്ക് MCQ പ്രാക്ടീസ്, ക്വസ്റ്റ്യൻസ് ചെയ്ത് 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 തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും.
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ വർഷം നന്നായി എഴുതണം. വിത്തൗട്ട് റൈറ്റിംഗ് സിവിൽ സർവീസിന് പല ആൾക്കാരും മെയിൻസിന് വേണ്ടി പഠിക്കാറില്ല. നമ്മുടെ സൈക്കിൾ ഓർമ്മയുണ്ടോ? ജൂൺ കഴിഞ്ഞിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് കണ്ടന്റ് NCERT ഒക്കെ ഒന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കണ്ടന്റ് വരുമ്പോൾ തന്നെ യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഇത് എനിക്ക് തോന്നുന്നു അടുത്ത ഏതാണ്ട് മാർച്ച് 1 അല്ലെങ്കിൽ ഒരു മാർച്ച് 1 വരെയെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തി നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയുള്ള റൈറ്റിംഗ് പ്രാക്ടീസും ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഡെയിലി പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. വല്ലപ്പോഴും ബോറടിക്കുമ്പോഴല്ല, കറക്റ്റായിട്ട് ചെയ്യണം. ഏറ്റവും അവസാനം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് 10 ദിവസത്തേക്കുണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുണ്ട്. പക്ഷെ മറ്റ് സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഹിസ്റ്ററി മറന്നുപോകും. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയാണ് പഠിച്ചതെന്ന് വിചാരിക്കാം. ഒരു മാസം വരെ നിങ്ങൾക്ക് നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ട്. അടുത്ത മാസം നിങ്ങൾ ജോഗ്രഫി പഠിച്ചു, അടുത്ത മാസം നിങ്ങൾ എൻവയോൺമെന്റ് പഠിച്ചു. അപ്പോൾ ഹിസ്റ്ററി മറന്നുപോയി, കോൺസെപ്റ്റ് ക്ലാരിറ്റി പോയി. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി ബ്രഷ് ചെയ്യുന്ന പോലെ നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേച്ച് മിനുക്കി എടുക്കുന്ന പോലെ റബ് ഇറ്റ്, ഷൈൻ ഇറ്റ്, ഇതിങ്ങനെ ചെയ്തു വരണം. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ അടുത്ത വർഷം 2026 ഏറ്റവും വലിയ സക്സസ് ഫാക്ടറായിട്ട് ഞാൻ കാണുന്ന പ്രധാന ഫാക്ടർ ഇതാണ്. ഇനി നിങ്ങൾ ഈ 26 എന്നല്ല, നിങ്ങൾ എന്ന് സിവിൽ സർവീസിന് പഠിച്ചാലും ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിക്കാം എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യം കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിരിക്കണം, MCQ അറിയണം, എഴുതാൻ പറ്റണം, നന്നായി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ രസമുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ കുറെ കഴിയുമ്പോൾ ഇതേപോലെ ഇപ്പം പഠിച്ച് മടുത്ത് വെറുത്ത് UPSC കേൾക്കുമ്പോൾ തന്നെ വെറുത്തു പോകും. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ 6 ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷന്റെ അൾട്ടിമേറ്റ് പർപ്പസ് വാസ് ഓൺലി ദിസ്. ഇനി അടുത്ത വരും സെഷനിൽ നമ്മൾ ഓരോന്നും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ബേസിക്സ് എങ്ങനെ പഠിക്കണം, PYQ എന്താ ചെയ്യേണ്ടത്, CSAT എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഓപ്ഷനിൽ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ക്ലാസ്, NCERT എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റും. ഇനി അടുത്ത വരാൻ പോകുന്ന സെഷൻസും ഞാൻ കാണുന്നത് സബ്ജക്ട്സിനെക്കാട്ടും മുന്നേ പഠിപ്പിക്കുന്ന സെഷൻസ് എല്ലാം ഇതാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന സെഷൻസ് ഇതൊക്കെയുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ്. സിലബസ് ഡീറ്റെയിലിംഗ്, എങ്ങനെയാണ് സിലബസ് പഠിക്കേണ്ടത്, ഓപ്ഷണൽ, PYQ, ഇതെല്ലാം ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ സെഷനിൽ പറയാനുണ്ടായിരുന്നത്. നിങ്ങളത് വളരെ ക്ഷമയോടെ കേട്ടു. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഹവ് ഗോട്ട് ഇറ്റ്. എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് പ്രാവർത്തികമാക്കണം. ഇനി ഓരോ സെഷനും നമുക്ക് പിന്നീട് എടുക്കാം. ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കാം, കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം, ഇതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ചാപ്റ്ററുകൾ നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ദ റൈറ്റ് സ്റ്റെപ്സ്. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്താലും ഗുണമില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ 5 കാര്യങ്ങൾ, ആദ്യത്തെ 5 കാര്യങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് പതുക്കെ അടുത്ത ലെവലിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. സോ ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് യു ലൈക്ക് ദ സെഷൻ. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഐ ക്യാൻ വൈൻഡ് ഓഫ് ദ സെഷൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കണമെങ്കിൽ ഞാൻ അത് ആൻസർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ വൈൻഡ് ഇറ്റ് ഓഫ്. അടുത്ത സെഷനിൽ നമുക്ക് കാണാം. നമ്മുടെ ഡെഫിനറ്റ്ലി IAS ഫാക്ടറിന്റെ UPSC ഞങ്ങളിത് പറഞ്ഞ് നമ്മുടെ ഓൺലൈൻ ബാച്ച് ആണിത്. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ട് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നമുക്ക് ലൈവ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഇതേപോലെ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. സോ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എനിബഡി ഇഫ് യു വാണ്ട് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ദെൻ ഇറ്റ് ഇസ് ഫൈൻ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വൈൻഡ് ഓഫ് ചെയ്ത് അടുത്ത സെഷനിൽ കാണാം. ക്ലാസ്സസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ തുടങ്ങി, ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. ഇനി സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത സെഷൻസിൽ ഞാൻ കംപ്ലീറ്റ്ലി വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഓരോ സെഷനായിട്ട് ആ ടോപ്പിക് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. സോ ഐ തിങ്ക് ഓക്കെ ആണോ? ഐ ഹോപ്പ് യു ലൈക്ക് ദ സെഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു അർജുൻ. എന്തായാലും ഐ ഹോപ്പ് ഇറ്റ് റിയലി ബെനിഫിറ്റഡ്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഓൾസോ ലിസൺ ടു ദാറ്റ്. ഓക്കെ അഫ്സൽ, താങ്ക് യു. ഐ ഹോപ്പ് ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു സോ മച്ച്. വിൽ ആക്ച്വലി ഗോ ഫോർ ദ നെക്സ്റ്റ് സെഷൻ. അടുത്ത സെഷനിൽ വളരെ ശ്രദ്ധയോടെ കൂടെ തന്നെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ആസിയ, ഡോക്ടർ അമൃത, എവറിബഡി താങ്ക് യു സോ മച്ച്. ഷെസാദ്, താങ്ക് യു. ടേക്ക് കെയർ. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡു വാച്ച് IAS ഫാക്ടറിന്റെ യൂട്യൂബ് ചാനലിലൂടെ കാണാം. താങ്ക് യു.